സേഫു, ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വിമൻ എന്നായിരുന്നു പറഞ്ഞത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണവും അവബോധവും ഉണ്ടാകേണ്ട ദിനത്തിൽ തന്നെ ഒരു ദുരനുഭവം. അങ്ങനെ ഒരു അതിക്രമ വാർത്തയാണ് വരുന്നത്. അത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഒരു പെൺകുട്ടിക്കെതിരെ അതിക്രമം ഉണ്ടായത്. അതിൽ പ്രതിയെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. ദുരനുഭവത്തിൽ പെൺകുട്ടി സമൂഹ മാധ്യമത്തിലൂടെ ശക്തമായി പ്രതികരിച്ചിരുന്നു. മൂസിന ആസു വിവരങ്ങൾ നൽകും. മൂസിന, നമ്മൾ ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ തള്ളിയിടുകയും ആ പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയാണ്. സമാനമായ ഒരു വാർത്ത വരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ദുരനുഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് ആ പെൺകുട്ടി സമൂഹ മാധ്യമത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരനുഭവം തന്നെയാണ് പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളം കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം 3:30 ഒരു സംഭവം ഉണ്ടാകുന്നത്. പെൺകുട്ടി അപ്പോൾ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ദൃശ്യങ്ങൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ശക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഈ ദൃശ്യങ്ങളടക്കം വളരെയധികം വലിയൊരു തെളിവായി മാറുകയും പിന്നീട് പോലീസിന് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തിരുന്നത്. എന്താണെങ്കിലും പ്രതി സൂചിപ്പിച്ചതോടെ തന്നെ സജീവൻ തിരുവനന്തപുരം കീഴാരൂർ സ്വദേശിയാണ്. പോലീസ് ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചത് മൂസിന? പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു വരികയായിരുന്നു. പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രതി ചെയ്തിരുന്നത്. ശക്തമായി തന്നെ അപ്പോൾ തന്നെ പെൺകുട്ടി പ്രതികരിക്കുകയും തുടർന്ന് അയാളുമായി വാക്കേറ്റം ഉണ്ടാവുകയും ഉൾപ്പെടെ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തുകയും അക്കാര്യങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയുമാണ് ചെയ്തിരുന്നത്. അന്ന് തന്നെ പോലീസിൽ ഈ പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷം യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്താണെങ്കിലും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ വലിയൊരു തെളിവായി മാറുകയും പിന്നീട് ഇയാളെ അറസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവമാണ്. അന്ന് തന്നെ ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. റെയിൽവേ പോലീസ് വേഗത്തിൽ നടപടിയിലേക്ക് കിടന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ഒരു അതിക്രമം നടത്താൻ എങ്ങനെ ധൈര്യം വരുന്നു എന്നതാണ് ചോദ്യം. അതും പട്ടാപ്പകൽ. ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. എന്തായാലും ഈ ഒരു സംഭവത്തെ വളരെ ധൈര്യത്തോടു കൂടി ആ പെൺകുട്ടി നേരിട്ടു. സമൂഹ മാധ്യമത്തിലൂടെ അത് വിളിച്ചു പറഞ്ഞു. എന്തായാലും പരാതി നൽകി പ്രതിപിടിയിലായിട്ടുണ്ട്. ആശ്വാസം.